ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ലബ് ഹൗസിനെ പറ്റിയാണ്. അപ്പോൾ ക്ലബ് ഹൗസ് എല്ലാവരും കേട്ട് കാണും, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്, ഒരു വെൽക്കം ഇൻ്റർഫേസ്. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേര് അടിച്ചു കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ നമ്മളുടെ പേര് അടിച്ചു കൊടുക്കുക, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു യൂസർ നെയിം കൊടുക്കുകയാണ് താൽക്കാലികമായിട്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഇൻവിറ്റേഷൻ കോഡ് വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ താണ്ട് എൻ്റെ വേറെ ഇൻവിറ്റേഷൻ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്ലബ് ഹൗസ് വീണ്ടും ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ യൂസർ നെയിമിന് പകരം താഴെയായിട്ട് സൈൻ ആണ് കൊടുക്കേണ്ടത്. സൈൻ കൊടുത്തിട്ട് നമ്മളുടെ ഫോൺ നമ്പരും അതുപോലെ നമുക്ക് വരുന്ന OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളെ സെറ്റപ്പ്. അപ്പോൾ നമുക്കിവിടെ തന്നെ നമ്മളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെറ്റപ്പ് മൈ പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേരും നമ്മളുടെ യൂസർ നെയിമും ഒക്കെ അടിച്ചു കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ നമ്മളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോ ചൂസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ടെമ്പററി ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ചൂസ് ചെയ്ത് നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴെയായിട്ട് ഫൈൻഡ് പീപ്പിൾ എന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പരിചയമുള്ള പീപ്പിൾസിനെയൊക്കെ കാണിക്കും, ആൾക്കാരെ കൂടെ കാണിക്കും. ഇപ്പം ഇത് കൂടുതൽ നമ്മുടെ കോൺടാക്റ്റൊക്കെ സീൻ കാര്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഫോളോ ചെയ്യുന്നില്ല. പിന്നീട് നമുക്ക് ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള പീപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇവരെ ആരെങ്കിലും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നത്. പ്രൊഫൈൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോൺവെർസേഷനും കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് കോൺവെർസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോൺവെർസേഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് കേൾക്കാവുന്നതാണ്. അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ കോൺവെർസേഷൻ കേൾക്കാനായിട്ട് സാധിക്കും. താഴെയായിട്ട് ഇവരുടെ വോയിസ് കേൾക്കുന്ന എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ് കാണാം. ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും അവരുടെ കോൺവെർസേഷൻ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാറ്റ് റൂം നമുക്ക് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മുകളിൽ കാണുന്ന 3 ഡോറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും. ആ ഇൻ്റർഫേസിനകത്ത് നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ വഴി നമുക്ക് ഇവിടെ ആ ഒരു ചാറ്റ് റൂം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാറ്റ് റൂമിൽ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ചാറ്റ് റൂമിൽ നിന്ന് എക്സിറ്റ് ആകത്തില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആ ചാറ്റ് റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയായിട്ട് ലീവ് ക്വയറ്റ്ലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഒരു ചാറ്റ് റൂം ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സ്റ്റാർട്ട് റൂം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ടോപ്പിക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആഡ് ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലായിട്ട് ടോപ്പിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ താണ്ട ഒരു സിമ്പിൾ ടോപ്പിക് കൊടുത്തിരിക്കുകയാണ്. അതിന് താഴെയായിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. അതായത് ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിനായാലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സുകൾക്ക് മാത്രമേ ജോയിൻ ആവാനായിട്ട് സാധിക്കൂ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മളുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഫ്രണ്ട്സിന് ചാറ്റ് റൂമിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ലെറ്റ്സ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചാറ്റ് റൂമിൽ ആഡ് ആവും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ മാത്രമുള്ള ആ ചാറ്റ് റൂമിൽ ആഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ബബിളിൻ്റെ ചുറ്റും ഒരു വൈബ്രേഷൻ പോലെ കാണിക്കും. അതിനർത്ഥം നമ്മൾ സംസാരിക്കുന്നത് ഗ്ലോബലി കേൾക്കുന്നുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാറ്റ് റൂം നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഒരു 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഷെയർ ചെയ്ത് നമ്മളെ സുഹൃത്തുക്കളെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴെയായിട്ട് മൈക്കൊക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചാറ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് ക്വയറ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാറ്റ് അതുപോലെ തന്നെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള ക്ലബ് ഹൗസിനെ കുറിച്ച് പറയാൻ നമ്മളുടെ പ്രൊഫൈലും ചെക്ക് ചെയ്യാം. പ്രൊഫൈലിനകത്ത് നമ്മളുടെ പേരും നമ്മളുടെ ഫോളോവേഴ്സും ഫോളോയിങ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് പ്രൊഫൈലൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മൾക്ക് നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഇവിടെ ലിങ്ക് ചെയ്യാം. ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. സോ ട്വിറ്റർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് നമ്മളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ മുകളിൽ അവൈലബിൾ ആണ്.
താഴെയായിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആഡ് ചെയ്യാം. അതിനുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ മാനേജ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ ഫ്രണ്ട്സിനെ സെർച്ച് ചെയ്യാം, പിന്നീട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീടുള്ള ഇൻവൈറ്റ് ആണ്, നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഈ ഒരു ആപ്ലിക്കേഷനോട് ഇൻവൈറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇവൻ്റ് ആണ്, അതായത് നമുക്കിപ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഇവൻറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഇവൻ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ആ ബെല്ലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുകയും ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഫോൺ ലഭിക്കുകയും ചെയ്യും. അതുപോലെ നമുക്കും ഇതുപോലെ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവൻറ്റിൻ്റെ പേരും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്ന ശേഷം നമുക്കൊരു ഇവൻറ്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ക്ലബ് ഹൗസിനെ കുറിച്ച് പറയാനായിട്ട് നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.